ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ തെരഞ്ഞെടുപ്പ് അവലോകരെയും അമ്പരിപ്പിച്ചുകൊണ്ട് വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ബാഹുല്യവും തള്ളിക്കയറ്റവും കൊണ്ട് തെരഞ്ഞെടുപ്പ് റാലി നടത്താൻ നേതാക്കൾക്ക് കഴിയാതെ വരുന്നു. നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ തെരഞ്ഞെടുപ്പ് റാലിയല്ല, രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും തെരഞ്ഞെടുപ്പ് റാലികളാണ് അനിയന്ത്രിതമായ ജനപ്രവാഹം കൊണ്ട് നടത്താൻ കഴിയാതെ വന്നത്. അതും കേരളത്തിലോ കർണാടകയിലോ മറ്റേതെങ്കിലും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലോ അല്ല, മോദിയുടെ യോഗിയുടെ സ്വന്തം തട്ടകമായ UP-യിൽ. ആദ്യത്തെ സംഭവം UP-യിലെ ഭൂൽപൂർ ലോക്സഭാ മണ്ഡലത്തിലെ റാലിയിലാണ് നടന്നത്. 45 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഉരുകി നിന്ന ജനങ്ങൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന കാലാവസ്ഥയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് രസകരമായ സംഭവമാണ്. രാഹുലും അഖിലേഷും ഹെലികോപ്റ്ററിൽ റാലി സ്ഥലത്തേക്ക് എത്തുന്നു. അനിയന്ത്രിതമായ ജനപ്രവാഹം. ഹെലിപ്പാഡിന് ചുറ്റും ഒരുക്കിയിരുന്ന സുരക്ഷാ ചാനലുകൾ ചവിട്ടിപ്പൊളിച്ച് ആവേശത്തോടെ ജനങ്ങൾ ഓടിയെടുക്കുന്നു. അതും വലിയൊരു കൂട്ടം യുവജനങ്ങൾ. ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷെ ആ പാവം ജനങ്ങൾക്ക് ആവേശം അടക്കാനാവുന്നില്ല. അതിന്റെ അവിശ്വസനീയമായ ദൃശ്യങ്ങൾ കണ്ടോളൂ. ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് റാലി നടത്താൻ രാഹുലും അഖിലേഷും സ്റ്റേജിൽ കയറിയപ്പോൾ ആവേശം അണപൊട്ടി. ജനങ്ങളുടെ കടലിരമ്പത്തിൽ വേദിക്ക് ചുറ്റുമുണ്ടായിരുന്ന സുരക്ഷാവേലികൾ നിമിഷ നേരത്തിൽ നിഷ്പ്രഭമായി. സ്റ്റേജിന് മുൻപിൽ നേതാക്കളോട് തൊട്ടുരുമ്മി ജനസമുദ്രം. ഈ ഗ്രൗണ്ടിന്റെ കപ്പാസിറ്റി 2 ലക്ഷം ആയിരുന്നു. എന്നാൽ 3 ലക്ഷത്തിലധികം ജനങ്ങളാണ് ചുട്ടുപൊള്ളുന്ന ചൂടിൽ അവിടെ തടിച്ചുകൂടിയത്. അവർക്ക് നിൽക്കാൻ സ്ഥലമില്ല. സൂചി കുത്താൻ പോയിട്ട് വായു ശ്വസിക്കാൻ സ്ഥലമില്ല എന്ന് പറയാം. പ്രസംഗിക്കാനുള്ള മൈക്കും സ്പീക്കറും പോലും തകർന്നുപോയി. പിന്നെ മൈക്ക് കൂടാതെ രാഹുലും അഖിലേഷും സ്റ്റേജിൽ പരസ്പരം സംവദിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടോളൂ. सोशल मीडिया से वेल कनेक्टेड है तो सब लोगों को जानकारी मिल जाएगी कि हम और आप क्या बोल रहे हैं। यूपी जो 80 सीटें दे रहा है, इसमें 79 सीटें समाजवादी पार्टी, कांग्रेस, इंडिया गठबंधन जीत रहा है। एक जो क्यूटो है उसमें हम और आप लड़ाई में हैं। और इस बार क्यूटो नाम कैसे जापान वाला ही है ये क्यूटो, क्योंकि जो प्रधान सांसद हैं उन्हें सपना दिखाया था काशी के लोगों को कि दुनिया की सबसे बेहतर सिटी बनेगी क्यूटो। तो क्यूटो बनी नहीं है कि 30 लाख बच्चों को नौकरी दी जाएगी। उस दिशा में हम लोग काम करेंगे। और पहली नौकरी पक्की स्कीम जिसके माध्यम से हर ग्रेजुएट को नौकरी का अधिकार, बेहतरीन ट्रेनिंग और बैंक अकाउंट में 1 लाख रुपए साल के। आपने नोट किया कि मोदी जी खटाखट बोलने शुरू कर दिए। ये आपने खटाखट के बाद वो रटारट खटाखट कर रहे हैं। രണ്ടാമത്തെ സംഭവം യോഗിയുടെ പ്രയാഗ്രാജിലാണ് നടന്നത്. വൈകിട്ട് 3 മണിക്കായിരുന്നു ഇവിടുത്തെ രാഹുലിന്റെയും അഖിലേഷിന്റെയും റാലി. വൈകുന്നേരത്തെ റാലിക്ക് രാവിലെ തന്നെ 4 ലക്ഷത്തിലധികം ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത്. 45 ഡിഗ്രി ചൂടിൽ ഉരുകിയൊലിക്കുമ്പോഴും ജനപ്രവാഹം ദിവസം മുഴുവൻ നിലയ്ക്കാതെ തുടർന്നുകൊണ്ടിരുന്നു. സുരക്ഷാ ബാരിക്കേഡുകളിലേക്ക് തള്ളി നിൽക്കരുതെന്നും അത് ജനങ്ങൾക്ക് അപകടവും പരിക്കും ഉണ്ടാക്കുമെന്നും സ്റ്റേജിൽ നിന്ന് സ്ഥാനാർത്ഥിയും മറ്റ് നേതാക്കളും തുടർച്ചയായി അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. രാഹുൽ സ്റ്റേജിലെത്തിയപ്പോൾ ആവേശം അണപൊട്ടിയൊഴുകി. സ്റ്റേജിന്റെ മുൻപിലേക്ക് ജനങ്ങൾ കുത്തിയൊഴുകുന്നു. പിന്നീട് അലഹബാദിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉജ്വൽ രമൺ സിംഗ് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പോലും കഴിയുന്നില്ല. ബാരിക്കേഡിലേക്കുള്ള ജനത്തള്ളൽ വലിയ അപകടമുണ്ടാക്കുമെന്നും ബാരിക്കേഡിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും അദ്ദേഹം തുടർച്ചയായി അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. मैं लोगों से कहूंगा कि बैरिकेड मत तोड़िए, बैरिकेड मत तोड़िए। सब लोगों से कहेंगे बैरिकेड मत तोड़िए, पहले पीछे चलिए। അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും അഖിലേഷും അവിടെ എത്തുന്നു. ജനങ്ങളുടെ മലവെള്ള പാച്ചിൽ, ആവേശം അണപൊട്ടിയൊഴുകുന്നു. വീണ്ടും ഉജ്വൽ രമൺ സിംഗ് പ്രസംഗം തുടരാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ജനസുനാമിയിൽ നിമിഷ നേരം കൊണ്ട് ബാരിക്കേഡ് ഒലിച്ചുപോയി.
ജനങ്ങൾ സ്റ്റേജിനടുത്തേക്ക് കുത്തിയൊഴുകുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ കണ്ടോളൂ. बूथ को जिताने का काम करिएगा, ज्यादा से ज्यादा संख्या में अपनी बूथ को जिताने का काम करिएगा। मैं साथियों, मैं राहुल गांधी, साहब सब लोग पीछे चलिए, सब लोग पीछे चलिए, सब लोग पीछे चलिए, सारे लोग पीछे चलिए। പിന്നീട് അഖിലേഷിനും രാഹുൽ ഗാന്ധിക്കും അധിക നേരം പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. വലിയ സുരക്ഷാ പ്രശ്നമാണ് ഇതെന്ന് പറയേണ്ടതില്ലല്ലോ. ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് സമൂഹ മധ്യത്തിൽ നേതാക്കളുടെ സുരക്ഷ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതിനാൽ രണ്ടുപേരും പ്രസംഗം കാര്യമാത്ര പ്രസക്തമായി ഒതുക്കുകയാണ് ഉണ്ടായത്. मूड कैसा है आपका? मूड कैसा है? बढ़िया। आपने सुना है कि नरेंद्र मोदी जी बीजेपी उत्तर प्रदेश में क्योटो की एक सीट जीत रहे हैं। കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടെ ഇത്തരം വലിയ ജനപ്രവാഹം ഉണ്ടാകുന്ന റാലികൾ ഉണ്ടായിട്ടേയില്ല. മോദിയുടെ റാലികൾക്കും റോഡ് ഷോകൾക്കും ഒക്കെ വലിയ പ്രതികരണങ്ങൾ ലഭിക്കുന്നില്ല എന്നത് വലിയ വസ്തുതയായി ശേഷിക്കുമ്പോഴാണ് രാഹുലിന്റെയും അഖിലേഷിന്റെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെയും റാലിയിലേക്ക് അനിയന്ത്രിതമായി ജനങ്ങൾ ഒഴുകിയെത്തുന്നത്. വലിയ ഒരു മാറ്റമാണ് രാജ്യമെങ്ങും ദൃശ്യമാകുന്നത്. പ്രതീക്ഷയറ്റ യുവജനത ഇന്ത്യ മുന്നണിയെ വലിയ പ്രതീക്ഷയോടെ കാണുന്നു എന്നുള്ളതിന്റെ തെളിവ്.